എന്തുണ്ട് വിശേഷം? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സ്ക്രീനിൽ മൊത്തം ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടേ മൊത്തം റൂഫും ചുവപ്പും വെള്ളയും എല്ലാം കൂടെ ചേർന്നൊരു വല്ലാത്ത അന്തരീക്ഷം. കാന്ത, നടപ്പിൻ ചക്രവർത്തി ദുൽഖർ അഭിനയിച്ച കാന്ത എന്ന ചിത്രത്തിൻ്റെ കളക്ഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നലെ നമുക്ക് പൂരത്തെറിവിളിയുടെ അഭിഷേകമായിരുന്നു. എനിക്ക് തോന്നുന്നു 110 കമൻറ്റുകളോടുമാണ് വന്നത്. വളരെയധികം സന്തോഷം. തെറിവിളിക്കാനാണെങ്കിലും ഭൂരിപക്ഷം തെറിവിളിയായിരുന്നു. തെറിവിളിക്കാനാണെങ്കിലും ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടല്ലോ. അല്പമെങ്കിലും ഈ തെറി വിളിക്കുന്നവരോട് എനിക്കൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആ സമയത്ത് തിയേറ്ററിൽ പോയി പടം കണ്ടു കഴിഞ്ഞാൽ ആ കളക്ഷനെങ്കിലും കിട്ടും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും ഇന്നും തെറി വിളിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഓരോന്നോരോന്നായിട്ട് പതുക്കെ വേണം. എല്ലാത്തിനും കമൻറ്റ് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കാരണം നമ്മളെ തെറി വിളിച്ചാലും അത് സ്നേഹത്തിൻ്റെ ഭാഷയിലല്ലേ, നമ്മളെല്ലാവരും കൂടെ സ്നേഹത്തിലേ പെരുമാറത്തുള്ളൂ. അതുകൊണ്ട് നിർത്തി വേണം തെറി വിളിക്കാൻ. ഓക്കെ, ഇപ്പം മറ്റൊരു വീഡിയോയിലേക്ക് ആത്മാർത്ഥമായ സ്വാഗതം. കർണാടക കാന്ത എന്ന ചിത്രത്തിൻ്റെ ഇന്നലത്തെ കളക്ഷൻ ഞാൻ പറഞ്ഞത് 7,65,00,000 രൂപയാണ്. ഔദ്യോഗിക താളമൊന്നും നമുക്ക് ബാധകമല്ല, ട്രാക്കർമാർ തരുന്ന റിപ്പോർട്ടാണ് നമുക്ക് ബാധകം. അങ്ങനെ 7,65,00,000 രൂപയാണ് ഇന്നലെ കിട്ടിയത്. അപ്പോൾ ഇന്നലത്തെ കളക്ഷൻ 10,50,00,000, 11 കോടി കിട്ടി. ചിലവർ പറയുന്നത് 2 ദിവസം കൊണ്ട് 20 കോടി കിട്ടി. ഈ കോടികൾക്കൊന്നും യാതൊരു വിലയില്ലാത്തതുകൊണ്ട് നമ്മളതൊക്കെ അങ്ങ് വിശ്വസിച്ചു. അപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ കളക്ഷൻ നമുക്കൊന്ന് നോക്കാം. രണ്ടാമത്തെ ദിവസം കാലത്തെ കളക്ഷൻ എനിക്ക് തോന്നുന്നു ആദ്യ ദിവസത്തെ കളക്ഷനെ അപേക്ഷിച്ച് ചെറിയ വർധനവ് നേരിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസം. അതുകൊണ്ട് ചെറിയ വർധനവ് നേരിട്ടതായിട്ട് നമുക്കറിയാൻ പറ്റും. നമ്മൾ സത്യമായിട്ട് പറയണമല്ലോ അല്ലേ. അപ്പം കർണാടകത്തിൽ നിന്ന് ഇന്നലെ ആദ്യ ദിനം കിട്ടിയത് 40 ലക്ഷമാണെങ്കിൽ ഇന്നലെ കിട്ടിയ 65 ലക്ഷമാണ്. അങ്ങനെ 1,05,00,000 കർണാടക കളക്ഷൻ എത്തിയിരിക്കുന്നു. ആന്ധ്ര തെലങ്കാന കിട്ടിയത് ആദ്യ ദിനം 1,70,00,000 ആണെങ്കിൽ രണ്ടാമത്തെ ദിവസം ഇച്ചിരി ഇടിവ് നേരിട്ടിട്ടുണ്ട്. 1,50,00,000 തെലുങ്ക് നാട്ടിൽ നിന്ന്. അങ്ങനെ 3,20,00,000 തെലുങ്ക് കളക്ഷൻ എത്തിയിരിക്കുന്നു. ഇനി തമിഴ് ചിത്രമാണല്ലോ. തമിഴ്നാട്ടിൽ നിന്ന് ഈ ചിത്രം ആദ്യ ദിവസം കിട്ടിയത് 1,85,00,000 ആണെങ്കിൽ ഇന്നലെ വർധനവ് നേരിട്ടിട്ടുണ്ട്. അത് 2,50,00,000 എത്തുന്നു. അങ്ങനെ 4,35,00,000 ആണ് ഇന്നലെ വരെ തമിഴ്നാട്ടിൽ നേടിയത്. ഇനി കേരളത്തിലെ കാര്യം എടുത്തെങ്കിൽ ഇടിവ് നേരിട്ടു. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കേരളത്തിൽ ഇടിവ് നേരിടും. അങ്ങനെ 1,10,00,000 ആദ്യ ദിനം നേടിയെങ്കിൽ 1,05,00,000 രണ്ടാമത്തെ ദിവസം നേടിയത്. അങ്ങനെ 2,15,00,000 കേരള കളക്ഷൻ എത്തിയിരിക്കുന്നു. പിന്നെ ഹിന്ദി ബെൽറ്റിൽ നിന്ന് കിട്ടിയത് ആദ്യ ദിവസം 10 ലക്ഷം ആണെങ്കിൽ രണ്ടാമത്തെ ദിവസം 15 ലക്ഷം. അങ്ങനെ 25 ലക്ഷം രൂപയാണ് ഹിന്ദി ബെൽറ്റിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ ആദ്യ ദിനം ഇന്ത്യ ഗ്രോഫായിട്ട് കാണിച്ചത് 5,15,00,000 ആണെങ്കിൽ രണ്ടാമത്തെ ദിവസം 5,85,00,000 എത്തിയിരുന്നു എന്നുള്ളത് സന്തോഷ വാർത്തയാണ്. അപ്പം ദുൽഖറിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർ, ഇന്നലെ തെറി വിളിച്ചവരൊക്കെ സന്തോഷിച്ചോട്ടെ. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് നമുക്ക് കിട്ടിയത് 11 കോടിയാണ്. ഇനി എത്ര തെള്ളിയാലും അതിനെ അല്പം പോലും കയറ്റാൻ പറ്റത്തില്ല. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കേരളത്തിൽ നിന്ന് കിട്ടിയ കളക്ഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ 1,05,00,000. അപ്പോൾ ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത് 11 കോടിയാണെങ്കിൽ ഓർഫീഫ് കളക്ഷനായിട്ട് കാണിക്കുന്നത് ഇന്നലെയും 2.5 കോടിയായിരുന്നു. ഇന്നും 2.5 കോടി തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെ 5 കോടി ഓവർഫീസ് കളക്ഷനായിട്ട് കാണിക്കുന്നു. അങ്ങനെ ടോട്ടൽ 16 കോടി രൂപയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു പല വീഡിയോയിലും 20 കോടി എന്നൊക്കെ പറയുന്നത് കേട്ടു. 4 കോടിയുടെ വ്യത്യാസമേ ഉള്ളൂ. 20 കോടി തികയുമായിരിക്കും, ഇന്നുകൊണ്ട് തികയുമായിരിക്കും അല്ലേ. അതുകൊണ്ട് നേരത്തെ അങ്ങ് ഇട്ടു എന്ന് വിചാരിച്ചാൽ മതി. ഏതായാലും 16 കോടിയാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. ഇനി തള്ളി എത്ര വേണമെങ്കിലും വെച്ചോളൂ, നമുക്ക് തള്ളാൻ ഇതൊക്കെ പറ്റത്തുള്ളൂ. ഇത്രയൊക്കെ തള്ളാനേ പറ്റത്തുള്ളൂ. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് മോഹൻലാലിൻ്റെ ചിത്രമാണെങ്കിൽ ഇച്ചിരി കൂടെ തള്ളി വെച്ചാനേ അല്ലേ. അത് പുള്ളിയോടുള്ള ദേഷ്യം സ്നേഹം കൊണ്ടാണെന്നേ, എന്ത് പറയാനാന്ന് പറയണേ. മുമ്മണി ശെൽവരാജാണ് ഈ ചിത്രം സംവിധാനം ചെയ്തതെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ദിവസം ഇന്ന് മികച്ച കളക്ഷൻ നേടുമോ എന്ന് ചോദിച്ചാൽ ഞായറാഴ്ചയാണ്. പൊതുവെ എല്ലാ ചിത്രത്തിനും മികച്ച കളക്ഷൻ നേരിടേണ്ടതാണ്. പക്ഷേ ഈ ചിത്രത്തിനെ സംബന്ധിച്ച് ഇന്നലത്തേനേക്കാൾ അപേക്ഷിച്ച് ഇടിഞ്ഞ കളക്ഷൻ ആയിരിക്കും ഇന്ന് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
പ്രത്യേകിച്ച് കേരളത്തിൽ 1 കോടിക്ക് താഴെയുള്ള കളക്ഷനായിരിക്കാം ഇന്ന് പ്രതീക്ഷിക്കുന്നത്. വേൾഡ് വൈഡ് ആയിട്ടും ഒരു 5 കോടിക്കടുത്ത് ഉള്ള കളക്ഷൻ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. ബുക്ക് മൈ ഷോയിലൂടെ ടിക്കറ്റ് വിൽപ്പന എന്ന് പറയുന്നത് 3250 ടിക്കറ്റ് മാത്രമേ വിൽക്കുന്നുള്ളൂ മണിക്കൂറിൽ. 3250 ഒരു സാധാരണ ചിത്രത്തെ സംബന്ധിച്ച് ഒരു നല്ല ഇതായിരുന്നു. പക്ഷേ പാൻഡൻ സ്റ്റാർ നടിപ്പിൻ ചക്രവർത്തി ദുൽഖർ അഭിനയിക്കുന്ന ചിത്രം, അതും പ്രത്യേകിച്ച് തമിഴ് തെലുങ്ക് നാട്ടിലൊക്കെ പ്രിയങ്കരനായ വ്യക്തി അവതരിപ്പിക്കുമ്പം ഇത് 3250 പോരേടെ, ഇച്ചിരി കൂടെയൊക്കെ കൂടണമായിരുന്നു. കാരണം DFR എന്ന ചിത്രം ആദ്യത്തെ ഞായറാഴ്ച ഏകദേശം 16,000-17,000 ടിക്കറ്റായിരുന്നു 1 മണിക്കൂറിൽ വിറ്റുകൊണ്ടിരുന്നത്. ആ സ്ഥാനത്ത് നോക്കിയപ്പം വളരെ താഴ്ന്ന നിലവാരം. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ബുക്ക് മൈ ഷോ എൻ്റെ വീട്ടുകാരുടെ സ്വത്തല്ല, അവിടെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പോയി ഒന്ന് പരിശോധിക്കാവുന്നതാണ്. എന്നിട്ട് തെറി വിളിക്കണ മക്കളെ. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ എത്തും വരെ എല്ലാവരുടെയും തെറികൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.